നമസ്കാരം. എന്റെ പശ്ചാത്തലത്തിലുള്ളത് കേരള സയൻസ് സിറ്റിയുടെ രൂപരേഖയാണ്. കേരള സയൻസ് സിറ്റി എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അത്ര വലിയ അടുപ്പം, ഒരു പ്രോക്സിമിറ്റി ശ്രോതാക്കൾക്ക്, പ്രേക്ഷകന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കോട്ടയം ജില്ലയിലെ കോഴായിൽ നിർമ്മാണം പുരോഗതിയിൽ എത്തി നിൽക്കുന്ന സയൻസ് സിറ്റിയുടെ രൂപരേഖയാണ് ഇതെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് കുറെ കൂടി വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാകുക സ്വാഭാവികമാണ്. നാട്ടുകാരൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റിയുടെ രൂപരേഖയാണിത്. അറിവും വിജ്ഞാനവും, ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ എന്റർടൈൻമെന്റും ഇൻഫർമേഷനും ഒരുമിച്ച് ചേരുന്ന ഇൻഫോർടൈൻമെന്റിന് അവസരം സമ്മാനിക്കപ്പെടുന്ന സയൻസ് സിറ്റി. ഇപ്പോൾ സയൻസ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു വരുന്നത്, സയൻസ് സിറ്റി ഒരു പതിറ്റാണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുള്ള വലിയ ഒരു വാർത്ത ബോധ്യപ്പെടുന്നത് കൊണ്ട്. സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളും ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഒരുപാട് കണ്ടവരാണ്. പലകുറി സയൻസ് സിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടും, നാടിന് സമർപ്പിക്കപ്പെടുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അതാത് കാലങ്ങളിലെ ജനപ്രതിനിധികൾ, ഉന്നത ജനപ്രതിനിധികൾ അടക്കം നടത്തിയത് നാട് കാണുകയും അത് പലപ്പോഴും നടക്കാതെ പോകുന്നത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളവരാണ്. അടുത്ത നാളിൽ അത്തരം പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞ ആളുകളാണ് സയൻസ് സിറ്റിയുടെ സമീപ പ്രദേശങ്ങളിലും ഏകദേശം കോട്ടയം ജില്ലയിലും ഒക്കെ ഉള്ള ആളുകൾ. അടുത്ത നാളിൽ ഈ കോഴായിലെ സയൻസ് സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തുകയും മെയ് മാസത്തിൽ സയൻസ് സിറ്റി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് മോൻസ് ജോസഫ് MLA നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിലും ഇത് സംബന്ധിച്ച് ഉടൻ തുറക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. സയൻസ് സിറ്റിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സയൻസ് സിറ്റിയുടെ സൃഷ്ടികർത്താവ് എന്ന് പറയാവുന്ന ശ്രീ ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാംഗമാണ്. അദ്ദേഹവും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു മെയ് മാസത്തിൽ മുഖ്യമന്ത്രി സയൻസ് സിറ്റി ഉദ്ഘാടനം ചെയ്യും എന്ന്. എന്നാൽ അതിനുശേഷം ഉദ്ഘാടനം നടന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ ഉദ്ഘാടനം സംബന്ധിച്ച പ്രഖ്യാപനങ്ങളിലൊന്നും പ്രാദേശിക ജനപ്രതിനിധികൾ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാവാം അടുത്ത നാളുകളിൽ MPയും MLAയും സയൻസ് സിറ്റി സന്ദർശിക്കുകയും സയൻസ് സിറ്റി സന്ദർശിക്കാൻ എത്തുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരില്ലാതിരിക്കുകയും ഒക്കെ ചെയ്ത അവസ്ഥ കണ്ടും കേട്ടും അറിഞ്ഞ ആളുകൾ. അന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് MPയും മോൻസ് ജോസഫ് MLAയും ആവശ്യപ്പെട്ടത് ഉദ്ഘാടനം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ്. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ കാണക്കാരി മണ്ഡലം പ്രവർത്തക കൺവെൻഷനിൽ രാജ്യസഭാംഗം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനുമായിട്ടുള്ള ജോസ് കെ മാണി തന്റെ നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ഉടൻ തന്നെ നടത്തും എന്ന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്താണെങ്കിലും ഇന്ന് എറണാകുളത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം സംബന്ധിച്ച് ഡോക്ടർ ആർ ബിന്ദു തീയതി അടക്കം വ്യക്തമാക്കി കഴിഞ്ഞു. ഈ മാസം, അതായത് മെയ് മാസം 29-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം നടത്തുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് സയൻസ് സിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നത്. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് കാർഷിക മേഖലയിലേക്ക് നടത്തിയ വലിയൊരു ചുവടുവയ്പിൽ നിന്നാണ് സയൻസ് സിറ്റി പിറക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ എത്രമാത്രം സമ്മതിക്കും എന്നറിഞ്ഞുകൂടാ. എന്നാൽ അന്ന് വിവിധ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത 100 ഏക്കർ ഭൂമിയിൽ 30 ഏക്കർ ഭൂമി മാറ്റിവെച്ചുകൊണ്ടാണ് സയൻസ് സിറ്റി എന്ന വലിയ വികസന വിപ്ലവം
നാട്ടിലേക്ക് യാഥാർത്ഥ്യമാക്കുക. അന്ന് വിവിധ ആളുകളിൽ നിന്ന് 10ഉം 15ഉം 20ഉം ഒക്കെ ഏക്കർ സ്ഥലം, ഒരേക്കർ, അര ഏക്കർ മുതലുള്ള സ്ഥലം ഏറ്റെടുത്താണ് കൊടാലി ജില്ലാ കൃഷിത്തോട്ടത്തിന് തുടക്കം കുറിക്കുക. ഇന്നാണെങ്കിൽ ഗവൺമെന്റിൽ ജോലിയോ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ആ കുടുംബങ്ങൾക്ക് കിട്ടുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും കിട്ടിയില്ല. നാടിന്റെ വികസനം എന്ന നിലയിൽ അന്ന് ഈ ഭൂമി വിട്ടുകൊടുക്കാൻ സന്മനസ്സു കാണിച്ച ആളുകളെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആദ്യ ചുവടുവയ്പ് ആ സ്ഥല ലഭ്യതയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇതേ ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് 100 ഏക്കർ സ്ഥലമുള്ളത്. ഇതാ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഒട്ടേറെ മറ്റു പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പലതും പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് പോയില്ല എന്നും കൂടി നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഡോക്ടർ KR നാരായണൻ മരിച്ച സമയത്ത് മരണപ്പെട്ടപ്പോൾ ഇവിടെ KR നാരായണൻ കാർഷിക സർവകലാശാല വരുമെന്ന് പ്രഖ്യാപിച്ചു. നടന്നില്ല. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ട് ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി അവിടേക്ക് മാറ്റി ഒഴുക്കും എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രൊജക്ട് വരുമെന്ന് പറഞ്ഞു. KHDPയുമായി ബന്ധപ്പെട്ട് അതിലും വലിയൊരു പ്രൊജക്ട് വരുമെന്ന് അടുത്ത കാലത്ത് നാം കേട്ടു. പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തി വരുമെന്ന് നാം കേട്ടു. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപാട് ഉണ്ടായെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കോട്ടേഴ്സുകൾ പോലും ഇടിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ട നാട്ടിൽ പ്രഖ്യാപനങ്ങളിൽ രണ്ടാമത്തത് എന്ന് പറയാം ഇപ്പോഴത്തെ തലമുറയിൽ ഒന്ന് കസ്റ്റം വയറിംഗ് സെന്റർ ആണ് അവിടെ ഉള്ളത്. ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലത്ത് കസ്റ്റം വയറിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് 30 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള ഈ സയൻസ് സിറ്റിയാണ്. അപ്പൊ നിലവില് ബോധ്യപ്പെടുന്നതനുസരിച്ച് സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടം സയൻസ് സെന്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സയൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നിലവിലുള്ള ഇന്റേണൽ റോഡ്സ്, അതായത് ഈ പറയുന്ന സയൻസ് സിറ്റിക്ക് അകത്തെ റോഡുകൾ ഒഴികെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞു. ഇത് നേരത്തെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ എത്രയോ ആയിരക്കണക്കായ ആളുകൾക്ക് പ്രയോജനപ്പെടുമായിരുന്നു എന്നൊരു ആശങ്ക ബാക്കി നിൽപ്പുണ്ട്. കാരണം പുതിയതായി സയൻസ് സെന്ററിലേക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അവിടെയുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നീട് നടത്തപ്പെട്ടത്. ആംഫി തിയേറ്റർ, അതായത് ഓപ്പൺ എയറായും മറ്റു തരത്തിൽ 2 തരത്തിൽ ആംഫി തിയേറ്ററായി ഉപയോഗിക്കാവുന്ന സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. എൻട്രൻസ് പ്ലാസ ഏകദേശം ഏതാണ്ട് പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ക്രമീകരിക്കുന്ന ഇവയൊക്കെ യാത്ര അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് കാണാൻ കഴിയും എന്നുള്ളത് വലിയൊരു നേട്ടം. ഇതാണ് പ്രധാനമായിട്ടും നാടിന് സമർപ്പിക്കപ്പെടുന്ന വികസന പദ്ധതികളുള്ളൂ. പ്ലാനറ്റോറിയം, മോഷൻ സിമുലേറ്റർ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ മ്യൂസിക് ഫൗണ്ടൻ, അതുപോലെ തന്നെ ഒരു പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം, ഒരു വാന നിരീക്ഷണ സംവിധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സയൻസ് സിറ്റിയിൽ വരും, നമുക്ക് കാണാൻ കഴിയും എന്ന പ്രതീക്ഷ വാക്കു നിൽക്കുകയാണ്. നിലവില് 47,147 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സയൻസ് സെന്ററിന്റെ മറ്റ് ക്രമീകരണം. ഫണ്ട് സയൻസ് രസകരമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ എല്ലാവരും പറയുന്നതാണല്ലോ, ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏതൊരു പ്രവർത്തനം തുല്യവും വിപരീതവുമായി പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ പോയാൽ അത് നമുക്ക് അനുഭവിച്ചറിയാം. കുട്ടികളെ അത് നേരിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഒരു പന്തെടുത്ത് നേരെ എറിഞ്ഞാൽ തിരിച്ചു വരും കാര്യങ്ങൾ. അതായത് ഒരു എക്സ്പീരിയൻസ് ഓറിയന്റഡ് ലേണിംഗ് നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെ മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് നമുക്ക് സമ്മാനിക്കുന്ന വലിയ ഒരു സാധ്യത. ശരിക്കും നമ്മൾ ഒരു കടലിന്റെ അടിത്തട്ടിൽ ചെന്നതുപോലുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കാൻ മാത്രം കാഴ്ചയുടെ വലിയ വിസ്മയമാണ് ഈ സയൻസ് സെന്ററിൽ നിലവിൽ നിൽക്കുന്നത്. ഇത് നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി എന്നുള്ളത് വാക്കുകയാണ്. അപ്പൊ എമർജിംഗ് ടെക്നോളജി, ഇങ്ങനെയുള്ള ശാസ്ത്ര ഗാലറികൾ നമുക്കുണ്ട്. അതോടെ തന്നെ 3D തിയേറ്റർ ഉണ്ട്, ഒരു ടെമ്പററി എക്സിബിഷൻ ഏരിയ ഉണ്ട്, ആക്ടിവിറ്റി സെന്റർ ഉണ്ട്, സെമിനാർ ഹാള്, കോൺഫറൻസ് ഹാള്, വർക്ക്ഷോപ്പുകൾ, ഇവയൊക്കെ പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തോടെ അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സയൻസ് സെന്ററിന് ചുറ്റും നടന്നാൽ തന്നെ അതിമനോഹരമാണ്. ഡിനോസറുകള്, അതുപോലെ തന്നെ വാനനിരീക്ഷണ സംവിധാനത്തിലുള്ള ടെലിസ്കോപ്പ്, നമ്മുടെ ശാസ്ത്ര ലോകത്ത് സംഭാവനകൾ നൽകി ഒട്ടേറെ മഹത് വ്യക്തികളുടെ സ്റ്റാച്യൂസ്, ഇതൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഇന്റേണൽ റോഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ, ഇറിഗേഷൻ സംവിധാനങ്ങള്, കഫേറ്റേരിയ, ഇതൊക്കെ ടോയ്ലറ്റ് കോംപ്ലക്സിലൊക്കെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
ഇനി ഇതിലെ സാമ്പത്തിക പശ്ചാത്തലം, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ സാമ്പത്തിക പങ്കാളിത്തത്തോടു കൂടിയാണ് നടത്താൻ തീരുമാനിച്ചത്. 14.5 കോടി രൂപ ഒരു പതിറ്റാണ്ട് മുമ്പ് ലക്ഷ്യമിട്ടു. ഇവിടുത്തെ കണക്ക് പറഞ്ഞാൽ അടുത്ത ഘട്ടം 45 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പം ഇങ്ങനെ വന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു താല്പര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KM മാണി സാറിന്റെ വലിയ ഒരു താല്പര്യം ഈ പദ്ധതിക്കകത്തുണ്ട്. MP ആയിരുന്ന ശ്രീ ജോസ് കെ മാണി സയൻസ് സിറ്റി അടക്കം വിദ്യാഭ്യാസ രംഗത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ സമ്മാനിച്ച വികസന പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, പലവരുള്ള IIIT, ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെയുള്ള ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വികസന പദ്ധതികളുടെ ഭാഗമാണിത്. കൃഷി വകുപ്പിൽ നിന്ന് 30 ഏക്കർ ഭൂമി ലഭ്യമാക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ MLA ആയിരുന്ന മോൻസ് ജോസഫിന്റെ നേതൃത്വവും ഈ പദ്ധതിക്ക് വളരെ വിജയകരമായി മാറിയിട്ടുണ്ട്. കേരള കോൺഗ്രസുകളുടെ ലേലവും പിളർപ്പും ഒക്കെ ഇതിന്റെ രാഷ്ട്രീയത്തിലും നിഴലിച്ചിരുന്നു എന്നാണ് പല ആളുകളും വിലയിരുത്തുക. അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും പിന്നീടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സ്വാഭാവികമായും വികസന മേഖലയിൽ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള വലിയ ഒരു മുന്നേറ്റം സമ്മാനിക്കപ്പെടുന്ന പദ്ധതിയാണ് 29-ാം തീയതി സമ്മാനിക്കുന്നത് എന്നുള്ളത് വലിയൊരു നേട്ടമായി കാണാൻ കഴിയും. ഇനിയും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ബോധ്യപ്പെടുക. സയൻസ് സിറ്റി വരുന്നതോടുകൂടി കുറവലങ്ങാടിന്റെ, കോട്ടയത്തിന്റെ മുഖച്ഛായ മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം വിദ്യാർത്ഥികളുടെ, ഗവേഷകരുടെ, സന്ദർശകരുടെ വലിയൊരു ഒഴുക്ക് നാട്ടിലേക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ഭാവിയിലേക്ക് കുറവലങ്ങാട് അറിയപ്പെടുക സയൻസ് സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്ഥലമായി. വ്യവസായ രംഗത്ത്, വാണിജ്യ രംഗത്ത്, ബിസിനസ് രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, എന്തിനേറെ തീർത്ഥാടന രംഗത്ത് പോലും ഈ സയൻസ് സിറ്റിയിലേക്കുള്ള ആളുകളുടെ വലിയൊരു ഒഴുക്ക് സ്വാധീനിക്കപ്പെടും. അത്രമാത്രം വലിയൊരു മുന്നേറ്റത്തിന് തീർച്ചയായും വഴി തുറക്കാൻ സയൻസ് സിറ്റി ആരംഭിക്കുന്നതോടുകൂടി കുറവലങ്ങാടിനും കോട്ടയം ജില്ലയ്ക്കും കഴിയും. ഇത് അയൽ ജില്ലകളിൽ നിന്നല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, അയൽ രാജ്യങ്ങൾക്കും അപ്പുറത്തു നിന്ന് ആളുകൾ, ഗവേഷകരെത്താൻ ഇന്നോവേഷൻ ഹബ്ബുകളുണ്ട്, ഇൻക്യുബേഷൻ സെന്ററുകളുണ്ട്. ഇവരൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് അതിനൊപ്പം വികസിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 29-ാം തീയതി ഉദ്ഘാടനം നടക്കുമെന്ന മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നത് എല്ലാവർക്കും സന്തോഷകരമാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വന്നതോടുകൂടി വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട ജനപ്രതിനിധികളടക്കം പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, അതിനും അതീതമായി ഈ വലിയ വികസന വിപ്ലവത്തെ വരവേൽക്കാൻ നാട് ഒരുമിക്കേണ്ടതുണ്ട്. കാരണം ഈ ചുവടുവെപ്പ് ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപമാണ്. അത്രമാത്രം നേട്ടമാണ് കരഗതമായിട്ട്. ഇത്തരം ഒരാശയം കൊണ്ടുവന്നു അതിനെ യാഥാർത്ഥ്യമാക്കിയ രാജ്യസഭാംഗം ജോസ് കെ മാണിയുടെ ബുദ്ധി വൈഭവവും നേതൃത്വ പാഠവും ഒക്കെ അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം ചേർന്ന് നിന്ന മറ്റു ജനപ്രതിനിധികൾ, പ്രാദേശിക തലത്തിൽ വരെയുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ ശ്ലാഘനീയം. 29-ാം തീയതി ഉള്ള സുന്ദര നിമിഷം നാടിനെ സംബന്ധിച്ച് വലിയ ചരിത്രത്തിന്റെ രേഖപ്പെടുത്തൽ. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കാതോർക്കാം. എല്ലാ വിഭാഗീയ ചിന്തകൾക്കും അപ്പുറത്തേക്ക് വികസനത്തിന്റെ, വിജ്ഞാനത്തിന്റെ, വിനോദത്തിന്റെ വലിയ ലോകത്തേക്ക് ഒരുമിച്ച് പറന്നുയരാനുള്ള വലിയ ഒരു അവസരമായി ഇതിനെ എല്ലാവർക്കും കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.